ഷഫീദ്, ഇപ്പോൾ ഈ SIT അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ SITക്ക് വീഴ്ച വന്നിരിക്കുന്നു ഈ സുപ്രധാന തെളിവുകളുമായി ബന്ധപ്പെട്ടെന്നുള്ള തരത്തിലൊക്കെ ഇപ്പോൾ സൂചനകൾ വരുന്നുണ്ടല്ലോ. SITയുടെ അന്വേഷണം എവിടെ വരെ എത്തി? ഈ കൈയക്ഷര ശേഖരണം, അങ്ങനെ സാമ്പിൾ പരിശോധന, അതിലൊക്കെ SIT വൈകിയെന്നാണോ കരുതേണ്ടത് ഷഫീദ്? ഉന്മേഷ്, അത് വ്യക്തമാക്കുന്ന ചില വിവരങ്ങൾ കൂടിയാണ് ഇന്ന് പുറത്തു വന്നത്. അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനെതിരെയുള്ള പ്രധാനപ്പെട്ട തെളിവായിരുന്നു ദേവസ്വം ബോർഡ് മിനിറ്റ്സിന്റെ രേഖ. അതിൽ സ്വർണം എന്നുള്ളത് ചെമ്പ് എന്ന് എഴുതി ചേർത്തത് A. പത്മകുമാർ ആണ് എന്നുള്ളതായിരുന്നു SIT കോടതിയിലടക്കം അറിയിച്ചിരുന്ന കാര്യം. എന്നാൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് 2 മാസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് SIT ശ്രമിച്ചത്, അല്ലെങ്കിൽ സാമ്പിളുകൾ ശേഖരിച്ചത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. 3 ദിവസം മുൻപ് മാത്രമാണ് കൈയക്ഷര പരിശോധനയ്ക്ക് സാമ്പിൾ ശേഖരിച്ചത്. സ്വാഭാവികമായും ഇതിന്റെ ഫലം വരാൻ ഇനിയും കാലതാമസം എടുക്കും. അങ്ങനെയാണെങ്കിൽ കുറ്റപത്രം നൽകുന്നതിനടക്കം അത് ബാധിച്ചേക്കുമെന്നുള്ളതാണ് പൊതുവിലയിരുത്തൽ. സ്വാഭാവികമായും മുരാരി ബാബുവിന് 2 കേസുകളിലും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 1 കേസിൽ ജാമ്യം ലഭിച്ചു. അങ്ങനെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു എന്നുള്ള ആക്ഷേപം അത് SITക്ക് കേൾക്കേണ്ടി വരുന്നു. എന്തിനാണ് അങ്ങനെ ഒരു ആക്ഷേപം കേൾക്കലെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ചോദ്യമായി അല്ലെങ്കിൽ വിമർശനമായി ഉയർന്നിരിക്കുന്നത്. ഏതായാലും പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് SITയെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. മാത്രവുമല്ല, ഇതുവരെയുള്ള അന്വേഷണത്തിൽ ശബരിമലയിലെ സ്വർണം എവിടെ പോയി, എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്നുള്ള തൊണ്ടിമുതൽ ശേഖരണം SITക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തേത്, എത്ര സ്വർണം പോയി എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും BSSC വിദഗ്ധരിൽ നിന്നും മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നു വരികയാണ്. ഇതിനിടയിലാണ് ഓരോ പ്രതികൾക്കും ജാമ്യം കിട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. 90 ദിവസം കഴിഞ്ഞ മറ്റു പ്രതികളും ജാമ്യവുമായി തേടും. നിലവിൽ ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി A. പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തെങ്കിലും 90 ദിവസം പൂർത്തിയാകുമ്പോൾ പത്മകുമാറും കോടതിയിൽ ജാമ്യാപേക്ഷയുമായി സമീപിക്കും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുകയല്ലാതെ കോടതിക്ക് വേറെ നിവർത്തിയില്ല. ഇത് കേസന്വേഷണത്തെ ഏത് രീതിയിൽ ബാധിക്കും, ശരിയായ റിസൾട്ട് കേസന്വേഷണത്തിന് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്ക അതിപ്പോൾ കോടതി പങ്കുവയ്ക്കുന്നു. മാത്രമല്ല, അത് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം കൂടിയുമാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. അതിന്റെ ഫലങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് തുടർ നീക്കങ്ങൾ എന്നുള്ളതാണ് SITയുടെ വിലയിരുത്തൽ. ഇപ്പോൾ കോടതിയിൽ നിന്ന് വിമർശനം കിട്ടിയ സാഹചര്യം കഴിഞ്ഞ ദിവസം നൽകിയ വാർത്ത അനുസരിച്ച് 9-ം തീയതി നൽകുന്ന ഇടക്കാല റിപ്പോർട്ടിൽ ഈ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട സന്നദ്ധത, കുറ്റപത്രം നൽകാനുള്ള സന്നദ്ധ അറിയിക്കുകയും ഫെബ്രുവരി 15-ന് മുൻപ് കുറ്റപത്രം സമർപ്പിക്കാൻ ആയിരുന്നു അന്വേഷണ സംഘത്തെ നീങ്ങുന്നാൽ ഇപ്പോൾ ഇങ്ങനൊരു കോടതിയിൽ നിന്ന് വിമർശനം കേട്ട സാഹചര്യത്തിൽ SIT ആ നടപടികൾ വേഗത്തിലാക്കിയേക്കും. മാത്രമല്ല, മറ്റു പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്ന സാഹചര്യം ഒരുക്കാൻ ഇനിയും SIT വഴിവെച്ചാൽ അത് രാഷ്ട്രീയമായിട്ടടക്കം വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് SIT പഴി കേൾക്കേണ്ടി വരും. ഉന്മേഷ്, ശരി, അന്വേഷണം അങ്ങനെ പുരോഗമിക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് SITക്ക് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന സാഹചര്യം എങ്ങനെ വരുന്നു എന്നുള്ള ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.